ഇതേ വായിക്കാൻ എല്ലാവരും എത്തിയില്ലല്ലോ. ഒരു മിനിറ്റ് ക്യാമറ ഓണാക്കാട്ടാ. ഓക്കെ, എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ. സ്ക്രീൻ ഇപ്പൊ ശരിയാവും. 10 മിനിറ്റ് സ്ക്രീൻ ഇപ്പൊ ശരിയാവും, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇപ്പൊ റെഡിയാവും, ഇപ്പൊ റെഡിയാവും. ഒരു മിനിറ്റ്. ഓക്കെ, വെയിറ്റ് ചെയ്യും, അങ്ങനെ വെയിറ്റ് ചെയ്യും.
കഴിഞ്ഞ ക്ലാസ്സിലെ സെന്റൻസുകളൊന്നും എല്ലാവരും ടൈപ്പ് ചെയ്യണട്ടാ. നമ്മൾ ഇംഗ്ലീഷിൽ ഇതുവരെ തന്നിട്ടുള്ള സെന്റൻസുകൾ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യണം. അറ്റൻഡ് ചെയ്യാണ് കേട്ടാ. ഞാന് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന സെന്റൻസുകള് ഫസ്റ്റ് വേർഡ് സ്ക്രീന് ശരിയാവണ വരെ ഒന്ന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് വേർഡ് എന്തായിരുന്നു? റിട്ടൺ ബൈ. ഓക്കെ റിയ, ഫസ്റ്റ് വേർഡ് റിട്ടൺ ബൈ. അതിന്റെ സെന്റൻസ് എല്ലാവരും ടൈപ്പ് ചെയ്യണം. ഓക്കെ ഹിസാന, റിട്ടൺ ബൈ. സെക്കൻഡ് വേർഡ് മിസ്റ്റർ ജോൺ. സനൂസ് നാച്ചുറൽ ഹോം റെമഡീസ്. ഹായ്. റിട്ടൺ ബൈയുടെ സെന്റൻസ് ആണ് ടൈപ്പ് ചെയ്യേണ്ടത് കേട്ടാ. റിട്ടൺ ബൈയുടെ സെന്റൻസ്. ഇവിടെ ക്ലാസ് ആണ്, ക്ലാസ്. The best investment I have made is a touching story written by Ajay Cronin. Okay. രണ്ടാമത്തെ മിസ്റ്റർ ജോൺ. മിസ്റ്റർ ജോൺ. ഇത് SSLC ഇംഗ്ലീഷ് ക്ലാസ് കേട്ടാ. SSLC ഇംഗ്ലീഷ് ക്ലാസ്. മിസ്റ്റർ ജോൺ ഇസ് ദ മെയിൻ ക്യാരക്ടർ. ഓക്കെ. അടുത്ത വേർഡ് എന്തായിരുന്നു? തേർഡ് വേർഡ് he was about 40. തേർഡ് വേർഡ് 40. ഓക്കെ. സനൂസ് നാച്ചുറൽ ഹോം റെമഡീസ്. ഓക്കെ ബൈ. മിസ്റ്റർ ജോൺ ഇസ് ദ മെയിൻ ക്യാരക്ടർ. he was about 40. ഓക്കെ. he was about 40. Then short. He was short in build. Ready? He was about 40. He was short in build. പിന്നെ ഫെയർ. He had fair complexion and clear blue eyes. പിന്നെ put on. Okay.
put on. Put on കഴിഞ്ഞാൽ ടാക്സി സോപ്പ് ആൻഡ് റിംലി സ്പെക്ടക്കിൾസ്. അടുത്തത് സീരിയസ്. സീരിയസ് രണ്ട് പുസ്തകങ്ങൾ മിസ്സിംഗ് ആണ്. ബുക്സ് ഒക്കെ Okay, his wife urged him. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി എഴുതാം. നമ്മൾ എഴുതിയിട്ടുള്ളത് ഏത് വേർഡ് വരെ നമ്മൾ എഴുതിയിട്ടുള്ളത്? ഹി വാസ് എ സോളിസിറ്റർ എഴുതി. ഓക്കെ,
He told a few words in his ear. അതുവരെയാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? He told a few words in his ear. അതുവരെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. He told a few words in his ear. He told a few words in his ear. He told a few words in his ear. അതാണ് അടുത്ത സെന്റൻസ് വന്നത്. അത് കഴിഞ്ഞാല് then he remembered the man. 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 അതാണ് നെക്സ്റ്റ് വേർഡ് കേട്ടാ. Then he remembered the man. He told a few words in his ear. Then he remembered the man. His thought went 25 years back. 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 Short video data. Short video data. His thought went 25 years back. അയാളുടെ ചിന്തകള് 25 വർഷം പിറകിലേക്ക് പോയി. His thought went 25 years back. അയാളുടെ ചിന്തകള് 25 വർഷം പിറകിലേക്ക് പോയി. His thought went 25 years back. He was a young doctor. He was a young doctor. അയാൾ ചെറുപ്പക്കാരനായ ഒരു ഡോക്ടർ ആയിരുന്നു. He was a young doctor. അയാൾ ചെറുപ്പക്കാരനായ ഒരു ഡോക്ടർ ആയിരുന്നു. He was a young doctor. അയാൾ ചെറുപ്പക്കാരനായ ഒരു ഡോക്ടർ ആയിരുന്നു. He was a young doctor. അയാൾ ചെറുപ്പക്കാരനായ ഒരു ഡോക്ടർ ആയിരുന്നു. He was awakened by a loud knock on the door at 1 p.m. at 1 a.m. in the night. He was awakened. He was awakened. He was awakened by a loud knock on the door at night. He was awakened by a loud knock on the door at night around 1 o'clock. He was awakened by a loud knock on the door. At around 1 o'clock. ഇതാ ടൈമിന് മുന്നിൽ അറ്റ് വയ്ക്കണം. He was awakened. He was awakened by a loud knock on the door at night at around 1 o'clock. അല്ല അറ്റ് നൈറ്റ് വരെ എത്തി അവസാനിപ്പിച്ചാലും പ്രശ്നമില്ല കേട്ടാ. അതുവരെ എത്തി പറഞ്ഞാലും കുഴപ്പമില്ല. He was awakened at night by a loud knock on the door. അതും പ്രശ്നമില്ല. He was awakened at night by a loud knock on the door. അങ്ങനെ എഴുതാം. He was awakened at night he was awakened by a loud knock on the door at night. Okay, അത് കറക്റ്റ് ആണ്, കുഴപ്പമില്ല.
അമ്മ ജിയോ നെറ്റ് പ്രോബ്ലം ഉണ്ടാ? ഒന്ന് റേഞ്ചിൽ കൊടുത്തിരിക്കട്ടാ. ഓക്കെ, അടുത്തത് ഇറ്റ് വാസ് എ പോലീസ് സർജന്റ്. ഇറ്റ് വാസ് എ പോലീസ് സർജന്റ്. അതൊരു പോലീസ് സർജന്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ പോലീസ് സർജന്റ്. അതൊരു പോലീസ് സർജന്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ പോലീസ് സർജന്റ്. അതൊരു പോലീസ് സർജന്റ് ആയിരുന്നു. He informed a suicide case. He informed a suicide case. He informed a suicide case. അയാൾ ഒരു സൂയിസൈഡ് കേസ് ഇൻഫോം ചെയ്തു. He informed a suicide case. അയാൾ ഒരു സൂയിസൈഡ് കേസ് ഇൻഫോം ചെയ്തു. He informed a suicide case. അയാൾ ഒരു പോലീസുകാരൻ ഒരു സൂയിസൈഡ് കേസ് ഇൻഫോം ചെയ്തു. A young man had tried to suicide. A young man had tried to suicide. A young man had tried to suicide. ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. A young man had tried to suicide. ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. The doctor tried for 1.5 hours to bring him back to life. Doctor tried 1.5 hours to bring him back to life. The doctor tried 1.5 hours to bring him back to life. To bring him back to life. The doctor tried 1.5 hours to bring him back to life. ഡോക്ടറെ 1.5 മണിക്കൂർ ശ്രമിച്ചു അയാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. He informed a suicide case. Okay, he informed a suicide case. A young man had tried to suicide. ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ട്രൈഡ് 1.5 hours to bring him back to life. ഡോക്ടർ 1.5 മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്തു അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. Thus the man was saved. Thus the man was saved. അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു. Thus the man was saved. അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു. Thus the man was saved. അങ്ങനെ ആ വ്യക്തി രക്ഷപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു. He told his story. He told his story. അയാൾ അയാളുടെ സ്റ്റോറി പറഞ്ഞു. He told his story. അയാൾ അയാളുടെ കഥ പറഞ്ഞു. He told his story. അയാൾ കഥ പറഞ്ഞു. അയാളുടെ സ്റ്റോറി പറഞ്ഞു. His parents were dead. His parents were dead. അതിന് താഴെ കാണുന്നില്ല. ഓക്കെ, മുകളിൽ എഴുതാം. His parents were dead. Thus the man was saved. അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു. He told his story. അയാൾ കഥ പറഞ്ഞു. He told his story. അയാൾ കഥ പറഞ്ഞു. His parents were dead.
അയാളുടെ പേരൻസ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഹിസ് പേരൻസ് വെർ ഡെഡ്. അയാളുടെ പേരൻസ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. His uncle found a job for him. His uncle found a job for him. His uncle found a job for him. അയാളുടെ അങ്കിള് അയാൾക്കൊരു ജോലി കണ്ടെത്തി. His uncle found a job for him as a clerk. ഒരു ക്ലർക്കായിട്ട്. ഓക്കെ, മുകളിൽ എഴുതിയിട്ടുണ്ട്. His uncle found a job for him as a clerk. അയാളുടെ അങ്കിള് അയാൾക്കൊരു ജോലി കണ്ടെത്തി ഒരു ക്ലർക്കായിട്ട്. He made bad friends. He made bad friends. He made bad companions. He made bad friends. He made bad friends. അയാൾ ചീത്ത കൂട്ടുകെട്ടുണ്ടായി. അയാൾക്ക് ബാഡ് ഫ്രണ്ട്സ് ഉണ്ടായി. He made bad friends. He lost all his money. He lost all his money. അയാൾക്ക് പണമെല്ലാം നഷ്ടപ്പെട്ടു. He lost all his money. അയാൾക്ക് പണമെല്ലാം നഷ്ടപ്പെട്ടു. He lost all his money. He took a sum of money from his office safe. He took a sum of money from his office safe. അയാള് ഓഫീസ് സേഫിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു. He took a sum of money from his office safe. അയാൾ ഓഫീസ് സേഫിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു. He took a sum of money from his office safe. അയാൾ ഓഫീസ് സേഫിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു. He took a sum of money from his office safe. അയാൾ ഓഫീസ് സേഫിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു. He took a sum of money from his office safe. അയാൾ ഓഫീസ് സേഫിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു. ഓക്കെ, he lost that also. അതും നഷ്ടപ്പെട്ടു. He lost that also. അതും നഷ്ടപ്പെട്ടു. He lost that also. ആ പൈസയും നഷ്ടപ്പെട്ടു. He shut himself the room and turned on gas. He shut himself the room. He shut himself the room and turned on the gas. He shut himself the room and turned on the gas. അയാള് റൂം അടച്ചു. ഷട്ട് ക്ലോസ് ചെയ്തു. റൂം അടച്ചു. and turned on the gas. ഗ്യാസ് ഓൺ ചെയ്തു. He had stolen 7 pounds and 10 shillings. He had stolen 7 pounds and 10 shillings. അയാള് ഓഫീസിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. He had taken 7 pounds and 10 shillings from the office. ഓഫീസ് സേഫിൽ നിന്ന് അയാള് 7 pounds and 10 shillings ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 7 pounds and 10 shillings. അയാൾ ഓഫീസ് സേഫിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് 7 pounds and 10 shillings ആണ്. 7 പൗണ്ടും 10 shillings ആണ് അയാൾ ഓഫീസ് സേഫിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ they felt pity. അവർക്ക് അയാളോട് ദയ തോന്നി. they felt pity. അവർക്ക് ദയ തോന്നി. they felt pity. അവർക്ക് അയാളോട് ദയ തോന്നി. they felt pity. അവർക്ക് അയാളോട് ദയ തോന്നി. they felt pity.
They decided to give him. They decided to help him. They decided to help him. They decided to help him. അവര് അയാളെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. They decided to help him. അവര് അയാളെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. The police sergeant did not report the case. The police sergeant didn't report the case. Police sergeant കേസ് റിപ്പോർട്ട് ചെയ്തില്ല. Police sergeant didn't report the case. Police sergeant കേസ് റിപ്പോർട്ട് ചെയ്തില്ല. Police sergeant കേസ് റിപ്പോർട്ട് ചെയ്തില്ല. Police sergeant didn't report the case. Police sergeant കേസ് റിപ്പോർട്ട് ചെയ്തില്ല. The landlady offered free board. The landlady, അയാൾ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ ഉടമസ്ഥയായിട്ടുള്ള സ്ത്രീ ഫ്രീ ബോർഡ് ഓഫർ ചെയ്തു. ലാൻഡ് ലേഡി ഓഫേർഡ് ഫ്രീ ബോർഡ്. ലാൻഡ് ലേഡി ഫ്രീ ആയിട്ട് താമസം ഓഫർ ചെയ്തു. ലാൻഡ് ലേഡി ഓഫേർഡ് ഫ്രീ ബോർഡ്. ലാൻഡ് ലേഡി ഫ്രീ ആയിട്ടുള്ള ബോർഡ് ഓഫർ ചെയ്തു. ലാൻഡ് ലേഡി ഓഫേർഡ് ഫ്രീ ബോർഡ്. ലാൻഡ് ലേഡി ഫ്രീ ആയിട്ടുള്ള താമസം ഓഫർ ചെയ്തു. ലാൻഡ് ലേഡി ഓഫേർഡ് ഫ്രീ ബോർഡ്. ലാൻഡ് ലേഡി ഫ്രീ ആയിട്ടുള്ള താമസം ഓഫർ ചെയ്തു. പിന്നെ The doctor gave 7 pounds and 10 shillings. The doctor gave 7 pounds and 10 shillings to put back in the office safe. The doctor gave 7 pounds and 10 shillings to put back in the office safe. Office safe il തിരിച്ചു വയ്ക്കാൻ വേണ്ടി ഡോക്ടർ 7 pounds and 10 shillings കൊടുത്തു. The doctor gave 7 pounds and 10 shillings. ഡോക്ടർ 7 pounds 10 shillings കൊടുത്തു. To put back in the office safe. Office safe il തിരിച്ചു വയ്ക്കാനായിട്ട്. The doctor felt it was the best investment he had ever made. Doctor felt that it was the best investment he had ever made. അതാ പാഠത്തിന്റെ ടൈറ്റിൽ തന്നെയാണ് കേട്ടാ. അതാ പാഠത്തിന്റെ ടൈറ്റിൽ തന്നെയാണ്. ഡോക്ടർ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഡോക്ടർ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഡോക്ടർ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഡോക്ടർക്ക് തോന്നി അതാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഡോക്ടർക്ക് അനുഭവപ്പെട്ടു. അവസാനം ഇദ്ദേഹത്തിന്റെ ഈ ഇത്രയും മഹത്തായ കാര്യങ്ങള് ചെയ്യാവുന്ന രീതിയിൽ അദ്ദേഹത്തിന് മാറ്റം ഉണ്ടായി. അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച ചെറുപ്പക്കാരന്റെ മാറ്റം ഇന്ന് ഒരുപാട് കുട്ടികളിനെ, ചെറുപ്പക്കാരായിട്ടുള്ള ബോയ്സ് ആൻഡ് ഗേൾസിനെ, കുറ്റവാസനയിൽ അകപ്പെട്ട കുട്ടികളെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഡയറക്ടറാണ് അദ്ദേഹം. ഇതുപോലെയുള്ള മഹത്തായ സേവനങ്ങൾ നടത്തുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഡയറക്ടറായി. അപ്പോ ആ മാറ്റം, അന്ന് കൊടുത്ത 7 pounds and 10 shillings കൊണ്ടുണ്ടായ മാറ്റം ഡോക്ടറെ അത്ഭുതപ്പെടുത്തി. ഡോക്ടർക്ക് തോന്നി ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഡോക്ടർക്ക് അനുഭവപ്പെട്ടു. ഡോക്ടർ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഡോക്ടർക്ക് അനുഭവപ്പെട്ടു. ഞാൻ ഒന്നുകൂടി പറയാം. ഒന്നുകൂടി ഞാനത് സെന്റൻസ് പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിക്കുക.
നിങ്ങൾക്കിത് ക്ലിയർ അല്ലേ? എഴുതിയത് ക്ലിയർ അല്ലേ? എഴുതിയതും വോയിസും ഒക്കെ ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യണണ്ടാ. എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യാ. വോയിസും എഴുതിയതൊക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഈ വേർഡ്സ് ഒക്കെ ഒന്നുകൂടി പറയാം. ഓക്കെ. അപ്പൊ ഞാൻ വേർഡ്സ് എല്ലാം ഒന്നുകൂടി പറയാം. ഒന്നുകൂടി ശ്രദ്ധിച്ചോ. ടോൾഡ്. ടോൾഡിന്റെ സെന്റൻസ്. He told a few words in his ear. He told a few words in his ear. അയാള് ഡോക്ടറുടെ ചെവിയില് ഏതാനും വാക്കുകൾ പറഞ്ഞു. Remembered. Then the doctor remembered. Then the doctor remembered. അപ്പൊ ഡോക്ടർക്ക് ഓർമ്മ വന്നു. അയാളിനെ ശരിക്കും ഓർമ്മ വന്നു. അതുവരെ അയാളിനെ ശരിക്കും ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞപ്പോ ഡോക്ടർക്ക് അയാളെ ശരിക്കും ഓർമ്മ വന്നു. Then the doctor remembered. അപ്പൊ ഡോക്ടർക്ക് ഓർമ്മ വന്നു. Went. His thought went. അയാളുടെ തോട്ട് ചിന്ത പോയി. 25 years back. അയാളുടെ ചിന്ത 25 വർഷം പുറകിലേക്ക് പോയി. അയാളുടെ ചിന്ത 25 വർഷം പുറകിലേക്ക് പോയി. He was a young doctor. 25 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഇനി പറയുന്നത്. He was a young doctor. അയാൾ ഒരു ചെറുപ്പക്കാരനായ ഡോക്ടർ ആയിരുന്നു. He was awakened by a loud knock on the door. ഡോറില് ഉറക്കെയുള്ള ഒരു തട്ട് കേട്ടിട്ട് രാത്രി അയാൾ എണീറ്റു. At night, രാത്രിയില്. ഓക്കെ. ലാപ്ടോപ്പിലെ ചാർജർ ഒന്ന് കണക്ട് ചെയ്താണ്. ഓക്കെ. അപ്പൊ അവേക്കൻഡ്, ഉണർന്നു. ഹി വാസ് അവേക്കൻഡ്. അദ്ദേഹം ഉണർത്തപ്പെട്ടു. പാസീവ് ആണ്. ഹി വാസ് അവേക്കൻഡ്. അദ്ദേഹം ഉണർത്തപ്പെട്ടു. ബൈ എ ലൗഡ് നോക്ക്. വലിയൊരു മുട്ടിനാൽ, വലിയൊരു തട്ടല്. ഓൺ ദ ഡോർ, വാതിലിന്മേൽ. അറ്റ് നൈറ്റ്, രാത്രിയില്. ഹി വാസ് അവേക്കൻഡ് ബൈ എ ലൗഡ് നോക്ക് on the door at night. Okay. It was a police sergeant. അതൊരു പോലീസ് സർജന്റ് ആയിരുന്നു. നമ്മൾ പോലീസ് കോൺസ്റ്റബിള്, SI അല്ലെ, ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുന്ന പോലത്തെ അവിടെ പറയുന്ന ഒരു റാങ്കാണ് പോലീസ് സർജന്റ്. ഇറ്റ് വാസ് എ പോലീസ് സർജന്റ്. അതൊരു പോലീസ് സർജന്റ് ആയിരുന്നു. ഇൻഫോംഡ്, അറിയിച്ചു. ഹി ഇൻഫോംഡ് എ സൂയിസൈഡ് കേസ്. അദ്ദേഹം ഒരു സൂയിസൈഡ് കേസ് ഇൻഫോം ചെയ്തു. ഹി ഇൻഫോംഡ് എ സൂയിസൈഡ് കേസ്. എ യങ് മാൻ ഹാഡ് ട്രൈഡ് ടു സൂയിസൈഡ്. ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എ യങ് മാൻ ഹാഡ് ട്രൈഡ് ടു സൂയിസൈഡ്. ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. The doctor tried. The doctor tried for 1.5 hours. നോക്കുക, സമയത്തിന് മുന്നിൽ 4 വരണം. പീരിയഡ് ഓഫ് ടൈം വരുമ്പോ 4 വരണം. അവിടെ 4 പറഞ്ഞിട്ട് വേണം 1.5 hours പറയാനായിട്ട്. 1.5 മണിക്കൂറോളം. The doctor tried for 1.5 hours. ഡോക്ടർ 1.5 മണിക്കൂറോളം ട്രൈ ചെയ്തു, പരിശ്രമിച്ചു. ടു ബ്രിങ് ഹിം ബാക്ക് ടു ലൈഫ്. അയാളിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. The doctor tried 1.5 hours. The doctor tried for 1.5 hours to bring him back to life. അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഡോക്ടർ 1.5 മണിക്കൂറോളം ഹാർഡ് വർക്ക് ചെയ്തു. ഒരു മിനിറ്റ്, ഞാൻ ടിവിയിലത്തെ വോളിയം ഒന്ന് കുറയ്ക്കട്ടെ.
Okay. The doctor tried for 1.5 hour. 1.5 hour to bring him back to life. Okay. അടുത്തത് saved. Thus he was saved. Thus he was saved. Thus ഇപ്രകാരം he was saved. അയാൾ രക്ഷപ്പെട്ടു. Thus he was saved. ഇപ്രകാരം അയാൾ രക്ഷപ്പെട്ടു. They felt pity. അവർക്ക് ദയ തോന്നി. They felt pity. അവർക്ക് ദയ തോന്നി. They decided to help him. They decided to help him. അവർ തീരുമാനിച്ചു. To help സഹായിക്കാൻ him. അയാളെ സഹായിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. The police sergeant didn't report the case. പോലീസ് സർജന്റ് കേസ് റിപ്പോർട്ട് ചെയ്തില്ല. The police sergeant didn't report the case. പോലീസ് സർജന്റ് കേസ് റിപ്പോർട്ട് ചെയ്തില്ല. Landlady offered free board. Landlady offered free board. Landlady offer ചെയ്തു, വാഗ്ദാനം ചെയ്തു, ഫ്രീ ബോർഡ്, ഫ്രീ ആയിട്ടുള്ള താമസം. 1 മാസത്തെയാണ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രീ ബോർഡ് പറഞ്ഞാൽ മതി. ലാൻഡ് ലേഡി എന്ന് പറഞ്ഞാൽ അയാൾ താമസിക്കുന്ന ആ ബിൽഡിങ്ങിന്റെ ഒരു ഉടമസ്ഥ, ഒരു സ്ത്രീ ആയിരുന്നു. അവരാണ് ലാൻഡ് ലേഡി. ആ ബിൽഡിങ്ങിന്റെ മുതലാളിച്ചി, അതായത് അതിന്റെ ഓണർ ആയിട്ടുള്ള ആ ലേഡി, അതിനെയാണ് ലാൻഡ് ലേഡി എന്ന് പറയാം. ദ ലാൻഡ് ലേഡി ഓഫേർഡ് ഫ്രീ ബോർഡ്. ലാൻഡ് ലേഡി ഫ്രീ ആയിട്ടുള്ള ബോർഡ് ഓഫർ ചെയ്തു. ഫ്രീ ആയിട്ടുള്ള താമസം. ബോർഡിൽ താമസിക്കുക. ബോർഡിംഗ് സ്കൂൾ എന്ന് കേട്ടിട്ടില്ലേ? ബോർഡിംഗ് സ്കൂൾ എന്ന് വെച്ചാൽ താമസിച്ച് പഠിക്കുന്ന സ്കൂൾ. ബോർഡ് താമസത്തിന് പറയും. ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള താമസം. ഈ ബോർഡ് ബുദ്ധിമുട്ടുള്ള ഒരു ഫ്രീ സ്റ്റേ എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടാ. ഫ്രീ സ്റ്റേ. ദ ലാൻഡ് ലേഡി ഓഫേർഡ് ഫ്രീ സ്റ്റേ എന്നാലും കുഴപ്പമില്ല. അടുത്തത് ഗേവ്. ഡോക്ടർ ഗേവ് 7 pounds and 10 shillings. ഡോക്ടർ കൊടുത്തു 7 pounds 10 shillings. അതിന്റെ കൂടെ ടു പുട്ട് ബാക്ക് ഇൻ ദ ഓഫീസ് കൂടെ എഴുതിയാൽ നന്നായി. അതല്ല ഇത് മാത്രം എഴുതിയാലും കുഴപ്പമില്ല. ദ ഡോക്ടർ ഗേവ് 7 pounds and 10 shillings. ഡോക്ടർ 7 pounds 10 shillings കൊടുത്തു. പിന്നെ ഡോക്ടർ ഫെൽറ്റ്. ഡോക്ടർക്ക് അനുഭവപ്പെട്ടു. ഡോക്ടർക്ക് തോന്നി. ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അതാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ്. ഡോക്ടർ ഫെൽറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഡോക്ടർക്ക് അനുഭവപ്പെട്ടു അതാണ് ഏറ്റവും നല്ല നിക്ഷേപം. ഹി ഹാഡ് എവർ മെയ്ഡ്. അതെ, ആ ചാപ്റ്ററിന്റെ ടൈറ്റിൽ തന്നെ അവിടെ വെച്ചാൽ മതി. ഹി ഫെൽറ്റ് ദാറ്റ്. പിന്നെ ചാപ്റ്ററിന്റെ ടൈറ്റിൽ പറയാം ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇറ്റ് വാസ് പറഞ്ഞിട്ട് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിന്ന് വെക്കരുത്. അത് അദ്ദേഹം പറയുന്നതാണ്. നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിൽ പറയണം. ആയിന്നുള്ളത് ഹീ നാക്ക. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഹി എവർ മെയ്ഡ് നാക്ക. ദ ഡോക്ടർ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഹി എവർ മെയ്ഡ്. ഡോക്ടർക്ക് അനുഭവപ്പെട്ടു അതാണ് ഏറ്റവും നല്ല നിക്ഷേപം. അദ്ദേഹം എക്കാലത്തും നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല നിക്ഷേപം അതാണ് എന്ന് ഡോക്ടർക്ക് അനുഭവപ്പെട്ടു. ഓക്കെ, ഇനി ഇതെനിക്ക് പറഞ്ഞു തരണം. ഇതിന്റെ വേർഡ് നോക്കിയിട്ട് എല്ലാവരും എനിക്കിത് പറഞ്ഞു തരണം. അപ്പോ ഇതിന്റെ നാലരയ്ക്ക് ക്ലാസ് ഉള്ളപ്പോഴേ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചൂടെ? എന്റെ ഫോൺ നമ്പറിൽ ഒന്ന് വിളിച്ചൂടെ? എല്ലാവരുടെ കയ്യിൽ എന്റെ ഫോൺ നമ്പർ ഉണ്ടല്ലോ. ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ ഒന്നെ വിളിക്കാം. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഇന്നല്ലാതെ ഈ ടൈമിൽ ക്ലാസ് ഇല്ല. മൺഡേ അല്ലാതെ ഈ ടൈമിൽ ക്ലാസ് ഇല്ല. അതായത് ഓൺലൈൻ ക്ലാസ് ഇല്ല. മറ്റു ക്ലാസ്സുകളുണ്ട്. ഓൺലൈൻ ക്ലാസ് എനിക്ക് ഈ ഒരു മൺഡേ മാത്രമാണ് ഈ ടൈമിലുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ ഒന്നുകിൽ മോർണിംഗ് അല്ലെങ്കിൽ ഞാൻ പരീക്ഷയൊക്കെ രാത്രി എടുത്തിരുന്നില്ലേ, 7:30 ആ ടൈമിലൊക്കെ വരാം, അല്ലെ 8 o'clock ഒക്കെ വരാം. ഈ ടൈമിൽ എനിക്ക് ഇന്ന് മാത്രമേ ഉള്ളൂ. മൺഡേ മാത്രമാണ് എനിക്ക് 4:30 ഓൺലൈൻ ക്ലാസ് ഉള്ളത്. അതുകൊണ്ട് അത് പെട്ടെന്ന് എന്റെ മൈൻഡിൽ നിന്ന് പോവാ. ഞാനിന്ന് രാവിലെ മുതൽ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ല. രാവിലെ വൈകിട്ടൊന്നും. മോർണിംഗിൽ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ല. ഇന്നുണ്ടായിരുന്നില്ല. ഒരു ക്ലാസ് ചേഞ്ച് ആയി പോയി. അപ്പൊ ഇന്ന് മോർണിംഗിലില്ല. അപ്പൊ ഞാൻ ഇന്ന് ഓൺലൈൻ ക്ലാസ് ഇല്ല എന്നുള്ളൊരു ധാരണയിലായിരുന്നു. അപ്പൊ നിങ്ങളെ പ്രത്യേകിച്ച് മൺഡേ എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റ് തന്നെ കണ്ടില്ലെങ്കിൽ വീഡിയോ സ്റ്റക്ക് ആയ. ഓക്കെ, വീഡിയോ ഇപ്പൊ ശരിയാക്കാം.
ഓക്കെ, മെസ്സേജ് അയച്ചു. ഓക്കെ, മെസ്സേജ് കണ്ടില്ലെങ്കിൽ മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ് നമ്മൾ പലപ്പോഴും കാണില്ല. എന്നെ അനംഷിത്ത് ഒരു 5 മണി ആവാറായപ്പോ 4:53 വിളിച്ചു. അനംഷിത്ത് വാട്സപ്പിൽ വിളിച്ചാൽ മതി. വാട്സപ്പിൽ ഒന്ന് വിളിച്ചാൽ മതി. ഫോൺ നമ്പർ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വാട്സപ്പിൽ വിളിച്ചാലും റിങ് ചെയ്യാലോ. മെസ്സേജ് അയച്ച് കാണാത്താണല്ലോ പ്രശ്നം. മെസ്സേജ് നമ്മൾ പലപ്പോഴും നോക്കൂല. അപ്പൊ പ്രത്യേകിച്ച് ഓക്കെ, വീഡിയോ ഞാൻ ശരിയാക്കിണ്ട്. സ്റ്റക്ക് ആകുമ്പോ മെസ്സേജ് അയച്ചാൽ മതി. ഞാനിപ്പോ ഫോണിലാണ് വീഡിയോ, ലാപ്ടോപ്പിലാണ് സൗണ്ടും അതുപോലെ യൂട്യൂബ് റെക്കോർഡിംഗ്. അപ്പൊ രണ്ടും കൂടി ഇടയ്ക്ക് കണക്ഷൻ ലോസ്റ്റ് ആവുന്നതാണ്. നിങ്ങള് മെസ്സേജ് ചെയ്താൽ മതി, ഞാനത് ശരിയാക്കാം. കട്ടാകുമ്പോ സ്റ്റക്ക് ആവുമ്പോ ഇപ്പൊ ഒരു പ്രാവശ്യം സ്റ്റക്ക് ആയിട്ടുള്ളൂ, കുഴപ്പമില്ല. അപ്പോ നിങ്ങൾ മൺഡേ ഒരു 10 മിനിറ്റ് കണ്ടില്ലെങ്കിൽ എന്നെ വാട്സപ്പിൽ വിളിച്ചോ, അപ്പൊ ഞാൻ അറിയും. വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, റെസ്പോണ്ട് ഇല്ലെങ്കിൽ വാട്സപ്പിൽ വിളിച്ചോ. കാരണം മൺഡേക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്. മൺഡേ ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. മൺഡേ ഇതുപോലെ ഞാൻ ഒരു ക്ലാസ്സിന് ഒരു ദിവസം ഫുള്ള് മറന്നിരുന്ന് പോയിട്ടുണ്ട്. പക്ഷെ അന്ന് പായത്തിന് ക്ലാസ് ഉണ്ടായില്ല. അപ്പോ അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് വിളിക്കണം എന്നുള്ളത്. അപ്പോ ഇതില് മാർക്ക് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടാ? ഇംഗ്ലീഷ് മാർക്ക് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടാ? ആരൊക്കെ പ്രസന്റ് ഒന്ന് പറയണട്ടാ. അലാറം വയ്ക്കാം. ഓക്കെ, അലാറം വയ്ക്കാം. നിങ്ങള് പ്രസന്റ് പറയണട്ടാ, പ്രസന്റ് പറയണം. ഞാൻ പ്രസന്റ് വിളിക്കാം. അക്ഷയ് ഇ ഉണ്ടാ? അക്ഷയ് ഇ ഉണ്ടാ? അക്ഷയ് ഇ പ്രസന്റ് ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടാ. അക്ഷയ് ഇ പ്രസന്റ് പറയാ. അലീന ഫ്രാൻസിസ്, അനാമിക ബാബു, അനംഷിത്, ഏഞ്ചൽ, ഏഞ്ചൽ സൂസൻ, അനിൽ കൃഷ്ണ, അനു ഒവൈ, ആരൊക്കെ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, ഏഞ്ചൽ പ്രസന്റ് പറഞ്ഞിട്ടുണ്ട്. അനു ഒവൈ, ആഷ്ലിൻ, അശ്വിൻ പി എം, ആയിഷ അലി, ബിൻസ, ധീരജ് പി ഡി, ഇനോഷ്, ഫാത്തിമ സഫ, ഹന മുഹമ്മദ്, ഹെൽന ഫ്രാൻസിസ്, കിസാന നസ്രീൻ, ജിസ, ജോജു, കൃഷ്ണ ഗായത്രി, മനീഷ എം എം, നയന, നാസിൽ, റഷ ഫാത്തിമ, റിയ പർവീൻ, സന ഉസ്മാൻ, സന പി എ, ഷബ്ന പി എ, ശ്രീലക്ഷ്മി പ്രതീഷ്, ശ്രീലക്ഷ്മി വി എസ്, വിഷ്ണു പ്രശാന്ത് പി കെ. മുപ്പത് പേര് കാണണം. അതിന് 25 പേരാണ് ഇപ്പൊ ഉള്ളത്. ആരൊക്കെ പറഞ്ഞു? അനാമിക ബാബു, കൃഷ്ണ ഗായത്രി, ലാഗ് വരുന്നുണ്ടാ?
ജിസ, ഏഞ്ചൽ, അനംഷിത്, ശ്രീലക്ഷ്മി പ്രതീഷ്, അശ്വിൻ പി എം, അഷിത അഷ്റഫ്, ആയിഷ അലി, സന ഉസ്മാൻ, ഇസാന നസ്രീൻ, പിന്നെ മനീഷ, അമാൻഡിയുടെ പേര് വിളിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, അമാൻഡിയെ വിളിക്കാം. പിന്നെ ആരൊക്കെ പേര് വിളിക്കാത്ത? അശ്വിൻ പി എം, അഷിത അഷ്റഫ്, ആയിഷ അലി, സന ഉസ്മാൻ, ജോയ്സി ബാബു. ആരാ പേര് പറയട്ടാ? ഹന മുഹമ്മദ്, ഫാത്തിമ സഫ, എൽന ഫ്രാൻസിസ്, നാസിൽ, ഹിസാന നസ്രീൻ, മനീഷ, ജിസ, സന പി എ, ശ്രീലക്ഷ്മി പ്രതീഷ്, കൃഷ്ണ ഗായത്രി, റിയ, ഓക്കെ, നയന, ഓക്കെ, അമാൻഡിയോ, ഓക്കെ, ജോയ്സി ബാബ, അലീന ഫ്രാൻസിസ്, ഓക്കെ, ബിൻസദാജ്, ബിൻസയുടെ പേര് വിളിച്ചിട്ടാ? അലീന ഫ്രാൻസിസ്, ഓക്കെ. അഷിത അഷ്റഫിന്റെ പേര് വിളിച്ച? അഷിത അഷ്റഫ് പേര് വിളിച്ചിട്ടുണ്ടാ? അഷിത അഷ്റഫ് പേര് വിളിച്ചിട്ടില്ല. അമാൻഡിയോ നോക്കട്ടെ, അമാൻഡിയോ വേറെ ഗ്രൂപ്പിലൊക്കെ എടുക്കണം നോക്കട്ടെ കേട്ടാ. അമാൻഡിയോ ഏലാണ് എടുക്കണത്, മാറ്റാം. അതുപോലെ അഷിത അഷ്റഫ് ഏതിലാ ഉള്ളത്? അഷിത അഷ്റഫ് പേരില്ലല്ലോ. ഇൻസേർട്ട്, ഓക്കെ, അഷിത അഷ്റഫ് ഡി. അഷിത അഷ്റഫ്, ശ്രീലക്ഷ്മി വി എസ് വിളിച്ചില്ലേ? ശ്രീലക്ഷ്മി വി എസ് വിളിച്ചല്ലോ. ശ്രീലക്ഷ്മി വി എസ് വിളിച്ചിട്ടുണ്ട് കേട്ടാ. ഇതിൽ ധീരജ് പി ഡിയുടെ ഹിന്ദി പേപ്പർ കിട്ടിയിട്ടില്ല. അഷിതയുടെ മാർക്ക് എന്ന് പറഞ്ഞേ, അഷിത അഷ്റഫിന് പേപ്പർ കിട്ടിയതാണോ? ഇനോഷിന്റെ പേര് വിളിച്ചില്ലേ? ഇനോഷ് പേര് വിളിച്ചിട്ടുണ്ട് കേട്ടാ. ഓക്കെ, പക്ഷെ ഇപ്പൊ ആകെ 20 പേരേ ഉള്ളോ. പ്രസന്റ് പറഞ്ഞിട്ട് മുങ്ങി എല്ലാവരും. 17 ലൈക്കും 20 പേരേ ഉള്ളോ. അപ്പോ നിങ്ങള് ഫേസ് ചെയ്തിരിക്കും. അപ്പോ
ഞാൻ ഗൂഗിൾ മീറ്റ് ലിങ്ക് ഇട്ടുതരാം, എനിക്കിത് പറഞ്ഞു തരണം കേട്ടാ. ഗൂഗിൾ മീറ്റ് ലിങ്ക് ഇട്ട് തരാം, എനിക്കിത് പറഞ്ഞു തരണം. ഞാൻ ഗൂഗിൾ മീറ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ. ഗൂഗിൾ മീറ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അനു ഓവൈ. ഓക്കെ, ഗൂഗിൾ മീറ്റില് വരുന്നവർ പറയണം കേട്ടാ. ആദ്യം ആരാ? ശ്രീലക്ഷ്മി വി എസ് പറയേ. ശ്രീലക്ഷ്മി വി എസ് പറയേ. ബിൻസ, പ്രതീഷ്, നിങ്ങള് സെന്റർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് യൂട്യൂബിൽ തന്നെ പോയാൽ ബോർഡിൽ കാണാം. ബോർഡിൽ നോക്കി പറഞ്ഞോ. സെന്റർ ബട്ടൺ പ്രസ് ചെയ്ത് യൂട്യൂബിലേക്ക് തന്നെ പോയാൽ ബോർഡ് കാണാൻ പറ്റും. ബോർഡ് നോക്കിയിട്ട് നിങ്ങൾ പറയാം. ആദ്യം ആരാ പറയണേ? ഫസ്റ്റ് ആരാ പറയണത്? ഞാനൊന്നുകൂടി പറയണോ അതോ നിങ്ങൾ പറയണോ? ഞാനൊന്നുകൂടി പറയണമെങ്കിൽ പറഞ്ഞു തരാം. അല്ല, നിങ്ങൾ പറയാൻ റെഡി ആണെങ്കിൽ പറയണം. അനു ഓവൈ ഞാൻ ഇട്ടുണ്ട് കേട്ടോ. അനു ഓവൈ ഞാൻ തെറ്റി വിളിച്ച. നയന എന്ത് പറ്റി? നയന ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ 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 ഓക്കെ, കുഴപ്പമില്ല നയന, നോ പ്രോബ്ലം. അപ്പോൾ ഫോണില്ലെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, അനംഷിത്തിന് ഫോണും കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ ഇവിടെ പറയാനായിട്ട് നിങ്ങൾ പറയും. ഞാൻ ഒന്നുകൂടി പറയണോ? വേർഡ്സ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരണോ? നിങ്ങൾക്കിപ്പോ പറയാൻ പറ്റുമോ?
ഏഞ്ചൽ sir. പറയാൻ പറ്റുമോ? ഒരു മിനിറ്റ്. ഓക്കെ, ഏഞ്ചൽ പറഞ്ഞോ. ഏഞ്ചൽ പറഞ്ഞോട്ടാ. Sir. He told a few words in his ear. Then he remembered the man. His thoughts went 25 years back. He was a young doctor. He was awakened by a loud knock on the door around 1 o'clock. His uncle found him up. He took a sum of money from his office safe. He lost that also. He shut himself in the room and turned on the gas. He had taken 7 pounds and 10 shillings from the office gate. They felt pity. He decided to help him. The police surgeon did not report the case. The landlady offered him free board. The doctor gave him 7 pounds and 10 shillings to put back in the office gate. Doctor felt that it was the best investment he had ever made. Okay, very good. Very good. വളരെ നന്നായിട്ട് പറഞ്ഞു. ഇനി ആരാ നെക്സ്റ്റ്? ഇനി ആരാ അടുത്ത് പറയാനായിട്ട്? റിയ കയറിയിട്ടില്ലേ? റിയ ഇതിൽ കയറിയില്ലേ? ഗൂഗിൾ മീറ്റിൽ കയറിയില്ലേ? റിയ എവിടെയുള്ളത്? യൂട്യൂബിലാണോ ഗൂഗിൾ മീറ്റിലാണോ? ഹന പറയുന്നുണ്ടാ? ഹന ഹലോ സർ പറയുന്നുണ്ടാ? പറയാം. ഓക്കെ. He told a few words in his ear. Then the doctor remembers his thought. Then the doctor went his thought 25 years back. He was a young doctor. He was awakened by a loud knock on the door at night around 1 o'clock. It was a police surgeon. He informed the suicide case. A young man had tried to suicide. The doctor tried for 1.5 hours to bring him back to his life. Thus, he was saved. They felt pity. They decided to help him. The police surgeon didn't report the case. Landlady offered free board. Doctor gave 7 pounds and 10 shillings. Doctor felt it was the best investment he had ever made. Okay, very good. Very good. ഇനി ആരാ? ശ്രീലക്ഷ്മി പ്രതീഷ്. ഹലോ സർ. പറയാം. ഓക്കെ, പറഞ്ഞു. He told a few words in his ear. Then he remembered the man. His thought went 25 years back. He was a young doctor. He was awakened by a loud knock on the door at night around 1 o'clock. It was a police surgeon. He informed a suicide case.
A young man had tried to suicide. A doctor tried 1.5 hours to bring him back to his normal life. Thus, the man was saved. He told his story. His parents were dead. His uncle found a job for him as a clerk. He made a bad friends. He lost all his money. He took some of money from his office safe. He lost that also. He shut himself in the room and turned on the gas. He had taken stole 7 pounds and 10 shillings from office safe. They felt pity. He decided to help him. The police did not report the case. The landlady offered free board. The doctor 7 pounds and 10 shillings to put in the office safe. The doctor that it was the best investment that he ever made. Okay, very good. Okay. അടുത്തത് ഇനി ആരാ? അടുത്തതാരാ? അലീന പറയുന്നുണ്ടോ? അലീന ഫ്രാൻസിസ് Hello, sir. പറയുന്നുണ്ടാ? പറയാം. He told a few words in his ear. Then he remembered the man. His thoughts went 25 years back. He was a young doctor. He was awakened by a loud knock on the door at night around 1 o'clock. It was a police sergeant. He was informed a suicide case. A young man had tried to suicide. The doctor tried for 1.5 hours to bring him a normal life. Thus, the man saved. He told his story. His parents was died. His uncle found a job for him as a clerk. The man made bad friends. He lost all his money. He took some money from his office safe. He shut himself the room and turned on the gas. He had taken 7 pounds and 10 shillings. 10 shillings from the office. അലീനക്ക് ബോർഡ് കാണാല്ലേ? ബോർഡ് കാണാണ്ട അലീന? ബോർഡ് കാണാണ്ട? ഓക്കെ പറഞ്ഞു. They felt pity. They decided to help him. The police sergeant did not report the case. The landlady offered free boards. The doctor gave 7 pounds and 10 shekels to put back in the office safe. The doctor said that it was the best investment he ever made. Okay, good, very good. അടുത്തത് ഇനി ആരാ? ഇനി ആരെങ്കിലും വില്ലിങ് ആയിട്ടുണ്ടാ പറയാനായിട്ട്? ഇനി ആരെയും വിളിക്കണില്ല. നീ വില്ലിങ് ആയിട്ടുള്ളൊരു പറയാട്ടാ. ഹലോ. പറയ്. പേര് പറഞ്ഞേ? ശബന പറയ്. He told a few words in his ears. Then he remembered the man. His thought went 25 years back. He was a young doctor. He was awakened by a loud knock at the door at night. It was a police surgeon informed a suicide case. A young man had tried to suicide. The doctor tried 1.5 hours to bring him back to life. Thus the man was saved. He told his story.
His parents were dead. His uncle found a job for him as a clerk. Okay. He made bad friends. He lost all his money. He took a sum of money from his office safe. He lost that also. He shut himself the door and turned on the gas. He had stolen £7 and 10 shillings from the office. They felt pity. They decided to help him. The police sergeant didn't report the case. The landlady offered free board. The doctor gave £7 and 10 shillings to took back the office safe. The doctor felt that it was the best investment he ever made. Okay, very good. Very good, Shabana. Okay, ഇനി ആരാ? നിങ്ങൾ പറഞ്ഞതേ നിങ്ങൾ യൂട്യൂബിൽ പോയാൽ കേൾക്കാട്ടാ. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് വീണ്ടും കേൾക്കാം. ഇതാ യൂട്യൂബില് ഈ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കേൾക്കാം നിങ്ങൾ പറഞ്ഞ ആ സെന്റൻസുകൾ. ഇനി ആരാ പറയണേ? ഇനിയില് അനാമിക ബാബു ഉണ്ട്, ശ്രീലക്ഷ്മി VS ഉണ്ട്. ആരെങ്കിലും പറയുന്നുണ്ടാ? ആ, ലെഫ്റ്റ് ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾ പറയുന്നുണ്ടാ? അനാമിക ബാബു, ശ്രീലക്ഷ്മി VS. Hello, sir. ആ, പറയണ്ട. പറയും. He told a few words in his. Then he remembered the man. Okay. His thoughts went 25 years back. He was a young doctor. He was awakened at night by a loud knock on the door. It was a police sergeant. He informed a suicide case. A young man had tried to suicide. The doctor tried for 1.5 hours to bring him back to the life. He was saved. He told his story. His parents were dead. His uncle found a job for him as a clerk. He made a bad friend. He lost all his money. He took a sum of money from his office safe. He lost that also. He shut himself in the door and turned on the gas. He had taken £7 and 10 shillings. They left. They felt pity. They decided to help him. The police sergeant didn't report the case. The landlady offered free board. The doctor gave £7 and 10 shillings to put back in the office safe. The doctor felt that it was the best investment he had ever made. Okay, very good. Very good, Srilakshmi. ഇനി അനാമിക പോയാ? അനാമിക ബാബു പോയാ? അപ്പൊ ശ്രീലക്ഷ്മി ലെഫ്റ്റ് ആയിക്കോ. ഓക്കെ. ഇനി ആരെങ്കിലും പറയാണ്ട? ഇനി ആരെങ്കിലും പറയാണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് പറയാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇനി ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് പറയാം. ഓക്കെ. റിയ പറയട്ടാ? ആ, പറഞ്ഞോ. ബോർഡ് കാണണ്ട? ബോർഡ് കാണണ്ട? ഇല്ല സർ. അതെ, സെന്റർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് യൂട്യൂബിൽ പോയ ബോർഡ് കാണാം. ഓക്കെ. ആരാ വിളിക്കുന്നത്?
പറയ്. ഇല്ല, എല്ലാവരും പ്രസന്റ് ആയിട്ട് കണ്ടത്. 30 പേര് രജിസ്റ്റർ ഉള്ളത്. പിന്നെ ആരായാലും ഉള്ളത് അഷിദ് അഷ്റഫ് 31, റിയ പർവീൻ ഉണ്ട്. ഒക്കെ കൂടി 32 പേരില്ല. ഞാനൊന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വിടാം. ഓക്കെ, ശരി. ഓക്കെ, ഞാൻ അയക്കാം. ശരി, അപ്പൊ റിയ പറഞ്ഞോട്ടാ. ആദ്യമോദിയാണോ സാറേ പറയേണ്ടത്? അല്ല, ഈ ബോർഡിലുള്ള ഇപ്പൊ ബോർഡ് കാണണ്ട. കാണാണ്ട്. ഓക്കെ, ബോർഡിലുള്ള പറഞ്ഞാൽ മതി. He told a few words in his ears. Then the doctor remembered that man. His thought went 25 years back. At that time, he was a young doctor. He was awakened by a loud knock on the door at night, 1 o'clock. It was a police surgeon. He informed a suicide case. A young man had tried to suicide. The doctor tried for 1.5 hours to bring him back to the life. Thus, the man was saved. He told his story. His parents were dead. His uncle found a job for him as a clerk. He made bad friends. He lost all his money. He took a sum of money from his office. He lost that also. He shut himself the room and turned on the gas. He had stolen 7 pounds and 10 shillings from the office. The police surgeon didn't report the case. The doctor gave 7 pounds and 10 shillings to put back in the office safe. The doctor felt that it was the best investment that he ever made. Okay, very good. Thank you, sir. Okay, you're welcome. അപ്പൊ ലെഫ്റ്റ് ആയിക്കോ. ഓക്കെ, ഇനി ആരെങ്കിലും പറയണ്ട? ഇനി ആരെങ്കിലും വെയിറ്റിംഗിലുണ്ടോ പറയാൻ? ക്ലാസ് സ്റ്റോപ്പ് ചെയ്യട്ടെ? അപ്പൊ എല്ലാവരും നന്നായി പഠിച്ചു വരാം. പ്രാക്ടീസ് നന്നായിട്ട് വേർഡ്സ് നോക്കി പറഞ്ഞു നോക്കി വരാം. അടുത്ത ക്ലാസ്സിന് അപ്പൊ അത് ഫുള്ള് പറയാം. അപ്പൊ ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇനി ആരുമില്ലല്ലോ? ഗൂഗിൾ മീറ്റിൽ ആരുമില്ല? ഗൂഗിൾ മീറ്റിൽ ആരെയും കാണാനില്ല. ഓക്കെ, അപ്പൊ ക്ലാസ് അവസാനിപ്പിക്കാണ് കേട്ടാ. ഓക്കെ, ഗുഡ് ബൈ.